യുക്രൈൻ തീരത്ത് കപ്പൽ ആക്രമിച്ച റഷ്യ. മലയാളി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ട മലയാളി. ഒഡേസ തീരത്ത് ഗോൾഡൻ ലിയോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 4 പേർ ഇന്ത്യക്കാരാണ്. അരുൺ പൂപ്രമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ പൂപ്രമ്പ, എപ്പോഴാണ് ഈ വിവരം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്? 5 വർഷമായി മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു വരികയായിരുന്നു അഖിൽ ജോയൻ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയാണ്. 1 മാസം മുമ്പാണ് നാട്ടിലെത്തി വിവാഹം ഉറപ്പിച്ച് പിന്നീട് ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചത്. നിലവിൽ ജോലി ചെയ്യുന്ന കപ്പലിൽ നിന്ന് അവിടെ ഉടൻ തന്നെ ജോലി അവസാനിപ്പിക്കും എന്നതാണ് അവസാനമായി ബന്ധുക്കളെ അറിയിച്ചത്. ആ കപ്പലിന് നേരെ നിരന്തരമായ ആക്രമണം ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ല എന്ന വിവരം ഉൾപ്പെടെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. ഗിനിയ ബിസൗവിൻ്റെ പതാക വഹിച്ചിരുന്ന ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിലാണ് ഈ അഖിൽ ജോയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ബന്ധുക്കൾക്ക് ലഭ്യമായിട്ടില്ല. രാത്രിയോടെയാണ് ഈ മരണവിവരം, സ്ഥിരീകരിച്ച വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. എപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കും എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനിയും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും നാട്ടിൽ വലിയ സജീവമായിട്ടുള്ള ഒരു യുവാവ് കൂടിയാണ് അഖിൽ ജോയൻ. ഈ വടംവലി ടീമുകളിലൊക്കെ വടംവലി താരമാണ്. വടംവലി നാട്ടിലെ ടീമുകളിലൊക്കെ സജീവമായി അത്തരം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ മരണ വാർത്ത, അഖിൽ ജോയൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ആ നാട് എന്തായാലും കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുണ്ട്. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.